തിരുവനന്തപുരം കഴക്കൂട്ടം ജംഗ്ഷനിൽ നിൽക്കുന്ന 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ആൽമരം മുറിക്കരുതെന്ന ആവശ്യം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കഴക്കൂട്ടത്ത് ചേർന്ന പരിസ്ഥിതി സംഗമത്തിലാണ് ആവശ്യം ഉയർന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിൽക്കുന്ന ആൽമരം മുറിക്കാൻ ചിലരെത്തിയത്. മരം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മരം മുറിക്കാൻ ഇവർ വന്നത്. എന്നാൽ കൗൺസിലറുടെ അറിവോടെ എത്തിയ ഇവർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും ഒരു വിഭാഗം നാട്ടുകാരുടെയും എതിർപ്പുയർന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നാലെ ചില്ലകൾ മുറിക്കാൻ മാത്രമേ തീരുമാനമുണ്ടായിരുന്നുള്ളൂ എന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ അറിവോടെയും അനുമതിയോടെയും മാത്രമേ മരങ്ങൾ മുറിക്കാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കെയാണ് മരം മുറിക്കാൻ ഇവർ രംഗത്തെത്തിയതെന്നാണ് പരിഷത്തിന്റെ ആരോപണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അഥവാ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി നൽകുന്നത്. അതിനൊരു ട്രീ കമ്മിറ്റി അല്ലെങ്കിൽ പരിസ്ഥിതി കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റി വന്ന് പരിശോധിച്ച് ഈ മരത്തിന്റെ കഴക്കൂട്ടത്ത് നിൽക്കുന്ന ഈ മരത്തിന്റെ ശിഖരങ്ങൾ അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള തൊട്ടടുത്ത വീടിലോ അല്ലെങ്കിൽ മറ്റൊരു കടയ്ക്കോ ഒക്കെ അപകടകരമായി നിൽക്കുന്ന ശിഖരങ്ങൾ മുറിക്കുന്നതിന് നമ്മൾ എതിരല്ല. മനുഷ്യന് തണൽ നൽകുകയും നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയാകുകയും ചെയ്യുന്ന മരങ്ങൾ മുറിക്കുന്നത് പ്രകൃതിയോട് കാണിക്കുന്ന അനീതിയാണെന്നും പരിഷത്ത് അംഗങ്ങൾ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.